എല്ലാവർക്കും സ്നേഹവന്ദനം. ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രൈസ്തവ വേട്ട. ഒത്തിരി നാളുകൾക്കായില്ല ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഛത്തീസ്ഗഡിൽ ആരാധിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു യുവാവിനെ തല്ലിക്കൊന്നു. അതിന് ചൂട് മാറിയില്ല, ചർച്ച അവസാനിച്ചില്ല. ഒത്തിരി ദിവസങ്ങളാകുന്നതിന് മുൻപ് അടുത്ത വാർത്ത വരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച, ഒത്തിരി നാളൊന്നുമില്ല, കഴിഞ്ഞ ഞായറാഴ്ച ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രൈസ്തവ വേട്ട നടത്തിയിരിക്കുകയാണ്. എന്താ പറയുക, അവിടെ ഈ ക്രൈസ്തവ വേട്ട നടത്തിയത് ബജ്റംഗ് ദള് ഈ ക്രൈസ്തവ വേട്ട നടത്തിയ ഒരു വീട്ടിൽ സമാധാനമായിരുന്നു കൊണ്ട് സ്വസ്ഥതയോടെ, ആരും ഉപദ്രവിക്കാതെ, ആരും ശല്യം ചെയ്യാതെ, അവർ മൗനമായിരുന്നു കൊണ്ട് പാടി ദൈവത്തെ, ശാന്തമായിരുന്നു കൊണ്ട് പാടി ദൈവത്തെ ആരാധിച്ച, ആർക്കും ശല്യം വരുത്താതിരുന്ന ഒരു കൂട്ടം പ്രിയ നമ്മുടെ സഹോദരങ്ങൾ, കുഞ്ഞുകുട്ടികളെയും ഈ ബജ്റംഗ് പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചു. ചില ഹോസ്പിറ്റലിലായി. അതിലവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഘേലിന്റെ മണ്ഡലത്തിലാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഛത്തീസ്ഗഡിൽ അക്രമം ഉണ്ടായത്. അപ്പോൾ ഭരണം ഏതായാലും പ്രശ്നം ഒന്ന് തന്നെയാണ്, ക്രൈസ്തവർ അല്ലേ. അവിടെ കോൺഗ്രസ് ഭരിച്ചാലും മറ്റിതര രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ക്രൈസ്തവർ എന്നും ഇര തന്നെയാണ്, വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനൊരു അവസാനമില്ല. അപ്പോൾ അവിടെ പ്രശ്നം അതല്ല, ഈ അക്രമം വീട്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങളെയും ഞങ്ങൾ കുറച്ച് സഹോദരിമാരും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചപ്പോൾ പോലീസിനെ വിവരമറിയിച്ചു. ഭരിക്കുന്ന ഭരണത്തിൻ്റെ കീഴിലുള്ള പോലീസുകാരെ വിവരമറിയിച്ചു. ബജ്റംഗ് പ്രവർത്തകരാണ് ഈ വേട്ട നടത്തിയതെന്ന്, ഉപദ്രവിച്ചതൊന്നും പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് വന്ന് ഈ ഇരയാക്കപ്പെട്ട പ്രിയ മക്കളോട് കൂടെ നിന്നില്ല. അവർ കേസെടുക്കാൻ തയ്യാറായില്ല. അതിനു പകരം ചെയ്തത് 20 വിശ്വാസികളെ കസ്റ്റഡിയെടുത്തു. എന്ന് പറഞ്ഞാൽ ഇരയ്ക്ക് അടിയേറ്റുവാങ്ങിയ, ഉപദ്രവമേറ്റുവാങ്ങിയ ഞങ്ങളുടെ സഹോദരങ്ങളെ കസ്റ്റഡിയിലെടുത്തെന്ന്. വന്നത് മാരകമായുധങ്ങളാണ്. ദണ്ട്, വടിവാള്, മാരകമായ ആയുധങ്ങൾ കൊണ്ടാണ് ഈ നിരായുധരായ പ്രിയ ഞങ്ങളുടെ സഹോദരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. അവരുടെ കയ്യിലുള്ള ഒന്ന് തമ്പേറ് കാണും, ബൈബിൾ കാണും, പിന്നെ ഒന്നുമില്ല. ഈ നിരായുധരായ പ്രിയപ്പെട്ട ആക്രമിക്കാൻ ബജ്റംഗ് പ്രവർത്തകർ വന്നത് ദണ്ടും, വടിവാൾ, മറ്റ് മാരകായുധങ്ങൾ കൊണ്ടാണ് ഈ പ്രിയ ഞങ്ങളുടെ സഹോദരങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. ഇത് പല പ്രാവശ്യം കൂടെ അങ്ങനെ പറയുന്നതാണ്. ഇത് ഭയങ്കര വാർത്താ മാധ്യമങ്ങൾ നിറയേണ്ട ഈ വാർത്തയെ പല ഉന്നതന്മാരും മാധ്യമപ്രവർത്തകരും മുക്കി. പക്ഷേ ഇത് ചില ക്രൈസ്തവ മാധ്യമങ്ങളിൽ കൂടെ പുറത്തു വന്നു. അവിടെ ചില ദൈവദാസന്മാർ ഉള്ളത് കൊണ്ട് സത്യാവസ്ഥ പുറത്തു വരുന്നു. ഇത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഇവിടെ ഈ ചില ലോക്കൽ നമ്മുടെ കേരളത്തിൽ ചാനൽ വരുന്നില്ല എന്ന്. പക്ഷേ ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ക്രൈസ്തവരെ അനുകൂലിക്കുന്ന സംഘടനകളും ക്രൈസ്തവ അനുകൂലിക്കുന്ന രാജ്യങ്ങളും ഈ സംഭവത്തിനെതിരെ അപലപിക്കാറുണ്ട്. അവർ വാർത്ത നൽകാറുണ്ട്. ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ വാർത്തകളെ കൊടുക്കാറുമുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതും ചർച്ച ചെയ്യാറില്ല. ഇവിടെ ചർച്ച എന്ന് പറയുന്നത് 32,000 പേരെയാണോ ലവ് ജിഹാദ് ചെയ്ത് മാറ്റിയത്, 3 പേരെയാണോ ലവ് ജിഹാദ് ചെയ്ത് മാറ്റിയത്, ക്യാമറ എത്ര കോടി രൂപയുടെ അഴിമതി, ഇതൊക്കെയാണ് നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച പാവപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അടികൊള്ളുന്നതോ, പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളായ ദൈവമക്കൾ ഈ അടിയേറ്റു വാങ്ങുന്നതോ, ഉപദ്രവം ഏറ്റുവാങ്ങുന്നതോ ഒന്നുമല്ല പ്രശ്നം. മറ്റു സംഭവങ്ങളാണ് ഇവിടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, എന്ന് മാത്രം എന്താ പറയുക, പല പ്രാവശ്യം പറഞ്ഞതുപോലെ വേദനയുടെ കൂടെയല്ലാതെ ഈ വാർത്ത നമുക്ക് നല്ല കഴിയില്ല. ഒരു വീട്ടിനകത്തിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച പ്രിയ നമ്മുടെ മക്കൾ ഉപദ്രവിച്ചു എന്നാ. അപ്പോൾ മതപരിവർത്തനം ചെയ്യുന്നു എന്നാ. ആരാധിക്കുന്ന മതപരിവർത്തനമാണോ? മതപരിവർത്തനം ചെയ്തു എന്നുള്ള ചുമ്മാ റീസൺ, കാരണം കണ്ടെത്തുക. മതപരിവർത്തനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞു. ഇത് ചുമ്മായല്ല, അവർ മതപരിവർത്തനം ചെയ്തിട്ടുമില്ല. ഭവനത്തിരുന്നു കൊണ്ട് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ മതപരിവർത്തനം ചെയ്തില്ല, ദൈവത്തെ ആരാധിച്ചു, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കാരണം മാത്രം കണ്ടെത്തുകയാണ്. മതപരിവർത്തനം ചെയ്തു.
പിന്നെ വീട്ടിനകത്തിരുന്ന് കുറേ ദൈവമക്കൾ ചേർന്ന് ആരാധിക്കുന്നതിനാണ് മതപരിവർത്തനം. ആരുടെ പറയണേ? അപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഈ ഛത്തീസ്ഗഡിലാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ കയറി അങ്ങോട്ട് വേട്ട ആരംഭിച്ചത്. എന്നിട്ട് അടികൊണ്ട 20 വിശ്വാസികളെ കസ്റ്റഡി എടുത്തു വന്ന കുറച്ച് പേര് ഹോസ്പിറ്റലിൽ കിടക്കുക. അടികൊണ്ട ചില ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, ചിലർ ജയിലിൽ കിടക്കുന്നുണ്ട്. അടിച്ചവന്മാർക്ക് പ്രശ്നമില്ല. അപ്പോൾ ധൈര്യസമേതം അടിച്ചിട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൂടെ വീണ്ടും ഇങ്ങോട്ട് പോകുക. അടുത്ത എവിടെയാണ് ആരാധന നടക്കുന്നത്, അവിടെ അടുത്ത ആരെയാണ് തല്ലാൻ പോകുന്നത്. ഇത്ര വേദനാജനകമായ സംഭവം ഉണ്ടായിട്ടും ഇതിനെ അപലപിക്കുവാനോ ഇതിനെ തള്ളിപ്പറയുവാനോ ഇവർക്ക് ഉപദ്രവിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുവാനോ ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗേലിന് ഒരാഹ്വാനം പോലും ഈ നിമിഷം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ ഒരാഹ്വാനം പോലും ചെയ്തിട്ടില്ല. ഒറ്റ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുവാനുള്ള നയം സ്വീകരിച്ചിട്ടില്ല. ഒരു വ്യക്തികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. പാവപ്പെട്ട അടിവാങ്ങിയ ഇരകളായ ക്രൈസ്തവ സമൂഹം, ക്രിസ്ത്യാനി ദൈവത്തെ ആരാധിച്ച മക്കള് ഹോസ്പിറ്റലിൽ ചിലർ കിടക്കുന്നുണ്ട്, ചിലർ ജയിലിലും കിടക്കുകയാണ്. ഇതിന് എത്രമാത്രം വേദനയാചകമായ ഇതുപോലെയുള്ള ഇരയേറ്റുക ക്രൈസ്തവരല്ലാതെ ഈ ലോകത്തിൽ ഭൂമി, ഇന്ത്യ ആയിക്കോട്ടെ മറ്റിതര രാഷ്ട്രങ്ങളായിക്കോട്ടെ, ഇതുപോലെ പീഡനം അനുഭവിച്ച, ഇതുപോലെ ദുരന്തം അനുഭവിച്ച, ഇതുപോലെ മരണമേറ്റുവാങ്ങിയ, ഇതുപോലെ വേദന ഏറ്റുവാങ്ങിയ, അടിയേറ്റുവാങ്ങിയ ഒരു സമൂഹം ഈ ലോകത്തുണ്ടായിരിക്കത്തില്ല. ക്രൈസ്തവർ മാത്രമല്ലാതെ ഒരു സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ഏത് രാഷ്ട്രത്തിലെടുത്ത് നോക്കി, ഏത് രാഷ്ട്രം പഠിച്ചാലും എവിടെ പഠിച്ചാലും ക്രൈസ്തവർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് ഇത്രയേറെ പ്രതിസന്ധിയും ഇത്രയേറെ പ്രതികൂലവും ഇത്രയേറെ പ്രശ്നങ്ങളും ഉടലായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരെയാണ്. ഇതിനെതിരെ പോരാടുക, ഒന്നടങ്കം പ്രാർത്ഥിക്കുക, ദൈവമക്കൾക്ക് വേണ്ടി കരയുക. ഇതിന് വിശ്വമുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് അന്ത്യകാലത്ത് സംഭവങ്ങൾ ഉണ്ടാകാം. അന്ത്യകാലത്ത് സംഭവങ്ങളെ ഇങ്ങനെ ദൈവദാസന്മാർ അടിയേറ്റ് വാങ്ങും. ഇത് പറയുന്നതെന്നറിയാവോ? പറയുന്നത് നമ്മളെ വീട്ടിനകത്തിരുന്നുകൊണ്ട് പറയണേ, അങ്ങോട്ട് പോയി നോക്കണം, അടി വാങ്ങാം, അപ്പോഴറിയാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് പോകണം. ആ അടിയേറ്റ് വാങ്ങുന്ന ഒരാളാണ് ഈ വാക്ക് പറഞ്ഞത്, ഞാൻ സമാധാനം ഉണ്ടായേനെ. ഇത് അവരല്ല പറയുന്നത്. ഇത് നല്ല സുന്ദരമായി നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് സുരക്ഷിതമായ സ്ഥലത്തിരുന്ന് സുവിശേഷം ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ പറ്റി പറയുന്നത്. അവരെ ഏറ്റുവാങ്ങിയത് അവരെ പറ്റി പറയുകയാണ്. അത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ടത് തന്നെയാണ്. പറയുന്ന നമുക്ക് അങ്ങോട്ട് അടിവാങ്ങി പോയിക്കൂടെ? അത് നിങ്ങളെക്കാൾ എനിക്കറിയാം ഉണ്ടാവും. അന്ത്യകാലത്ത് പീഡനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ പ്രാർത്ഥനാ വിഷയം പറയുന്നതാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. അന്ത്യകാലത്ത് അത് ഉണ്ടാകാം. നല്ല ഹാളിനകത്തിരുന്നു കൊണ്ട് സേഫായിരുന്നുകൊണ്ട് പറയുന്നതാണ് അന്ത്യകാലത്ത് അത് ഉണ്ടായിക്കോട്ടെ. അവർ പ്രാർത്ഥിച്ചൂടെ? അവർക്ക് വേണ്ടി അപേക്ഷിച്ചൂടെ? അവരെ കാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയില്ലായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി കരയുക. ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ലോകത്തിലെ എല്ലാ മിഷണറിമാർക്ക് പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ദൈവദാസന്മാർക്ക് എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥന മെയിനും പ്രാർത്ഥന വിഷയമാണ്. ലോകത്തിലെ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുകുട്ടികൾ, മിഷണറിമാർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടതാണ്. മിഷണറിക്ക് അവർ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞത് കേട്ടതാണ്. അതിനുശേഷം അത് അന്ത്യകാലത്ത് ഉണ്ടാകേണ്ടതെന്നാണ്. നമ്മളിവിടെ സേഫ് എന്നുകൊണ്ട് പറയാം. അവർ അടിവാറ്റ് വാങ്ങുക, അന്ത്യകാലത്ത് ഉണ്ടാകുന്ന നമ്മൾ ഏറ്റുവാങ്ങുക, നമ്മളോട് പറയാൻ ധൈര്യം ഉണ്ടായിരിക്കണം. എന്തുമായിക്കോട്ടെ, ഈ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ട എന്ത്ര പ്രശ്നമുണ്ട് അവർ അവസാനിപ്പിക്കുന്നില്ലല്ലോ. അവർക്ക് ധൈര്യമുണ്ട്, അവർക്ക് ആർജവമുണ്ട്, ഏത് ഭരണത്തെയും പേടിയില്ല, ആരെയും ഭയമില്ലാതെ ചെയ്യുന്ന ഈ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ പ്രാർത്ഥിക്കുക. ഗവൺമെന്റ് വ്യക്തമായ രീതിയിൽ അതിനെ പുറത്തു കൊണ്ടുവരിക. ഓക്കെ, ഇത് അവസാനിപ്പിക്കണം. ദൈവം ജീവിക്കട്ടെ, എല്ലാവർക്കും ജീവിക്കുവാനും അവിടെ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ടല്ലോ. ഇത് ഈ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിലെ രണ്ടാമത്തെ സംഭവമാണിത്. ഓക്കെ, പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്.